ഒടുവിൽ AI ചിത്രവുമായി ട്രംപ് എത്തി. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കപ്പലിൻ്റെ പുറത്ത് നിന്ന് കൊടി പിടിക്കുന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തത്. കിളി പോയി നിൽക്കുക എന്ന് മാത്രമല്ല പറയേണ്ടത്, ഇത് ഒരു കിളിയും രണ്ട് കിളിയൊന്നുമല്ല, മൊത്തം കിളിയും പറന്നുപോയ അവസ്ഥയിൽ കിളി പോയി നിൽക്കുകയാണ് വെടിയൻ ട്രംപ് സാറ്. അതുകൊണ്ടാണ് AI ജനറേറ്റഡ് ചിത്രവുമായിട്ടൊക്കെ വന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ പോകുന്ന ചിത്രം ഒക്കെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കാണിക്കാനൊരു കാരണമുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് 6 കപ്പലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഒരു കപ്പൽ മൈൻസിൽ തട്ടി ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന വാർത്തയും പുറത്തു വന്നു. അത് ഇറാൻ മാത്രമല്ല പറഞ്ഞത്, ലോകത്തിലെ ഒരുപാട് മാധ്യമങ്ങൾ പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ഇത് ഇറാനോട് ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. പറയപ്പെടുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെ വലിയ ടണലുകൾ നിർമ്മിച്ച് ആ ടണലിനകത്തുകൂടി മൈൻ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് ഇറാൻ. കൃത്യമായി ഇറാൻ്റെ കയ്യിൽ എവിടെയൊക്കെയാണ് ഈ മൈൻ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് എന്ന വിവരം വളരെ കൃത്യമായിട്ടുണ്ട്. ആ വഴി ഒഴിച്ച് സുരക്ഷിതമായ പാതയിലൂടെ പോകാനാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അത് കപ്പലിൻ്റെ സുരക്ഷിതത്വത്തിൽ മാത്രം ഓർത്തല്ല, ഞങ്ങൾ പറയുന്നത് കൂടി നടന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ സാറിന് പറയത്തില്ലേ വഴി കൊടുക്കുന്നോ പറയുമല്ലോ, അതിലേക്കൂടെ പോകണ്ട ഇതിലേക്കൂടെ പൊയ്ക്കോന്നു. അങ്ങനെ ഇതിൽ കൂടി പോകൂ എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കപ്പലുകൾ അതിലേ പോകാൻ പറഞ്ഞത്. അപ്പോഴാണ് ട്രംപ് വന്ന് എല്ലാം തകർത്തു, ഇനി 20% കപ്പം വേണം, പിന്നെ കപ്പ ഒന്നും വേണ്ട, ഞങ്ങൾ കടത്തിവിടാം, ധീരവീര ശൂര പരാക്രമികളാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ എയർ സ്ട്രൈക്കും എല്ലാം നടത്തിയത്. നടത്തി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് വാർത്തകളൊക്കെ വന്നു. അങ്ങനെയാണ് 6 കപ്പലുകൾ ഇറാൻ തടഞ്ഞു എന്നും ഒരു കപ്പൽ ഈ മൈനിൽ തട്ടി ബ്ലാസ്റ്റ് ഉണ്ടായി എന്നും ഇറാനും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ സ്ഥിരീകരിച്ചത്. ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ പാവത്തിന് ഒറിജിനൽ ചിത്രമോ ഒറിജിനൽ വീഡിയോയോ കിട്ടുന്നില്ല. കിട്ടണമെങ്കിൽ ഒറിജിനലി അവിടെ അത് സംഭവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അളിയൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ AI ജനറേറ്റഡ് ചിത്രവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആ രംഗത്ത് വന്നിരിക്കുന്ന ചിത്രം അളിയൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് തന്നെ വിശ്വസിക്കുന്നവരെ ആവേശഭരിതരാകൂ, ദേ നമ്മുടെ കപ്പൽ ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് അളിയൻ പറയുന്നത്. ഇനിയുള്ള കാലത്ത് പണ്ട് നമ്മൾ പറയാറില്ലേ, ഏട്ടിലെ പശു പുല്ല് തരുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ കടലാസ് പുലി കാണിച്ച് പേടിപ്പിക്കലേ സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ AI ഒക്കെ എടുത്ത് അളിയൻ അത്തരം ചില സംഗതികളുമായി നമ്മുടെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് ലോകത്തിലെ മാധ്യമങ്ങളും മനുഷ്യരുമൊക്കെ. കാരണം ഇങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും AI ചിത്രവും ഒക്കെ കാണിച്ചാണ് ഇത് പുറത്തുവിടുന്നത്. എപ്പോഴും ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് അദ്ദേഹം തോറ്റ് നിർത്തി കഴിയുമ്പോഴാണ്. ജയിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സൈസ് അഭ്യാസമൊന്നും എടുക്കില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ വെടിക്കുറ്റി തീർന്നാണ് നിർത്തിയത്, അവിടെ കാര്യമായൊന്നും നടന്നില്ല, ഇപ്പോഴും ഹോർമുസ് ഇറാൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് AI ചിത്രം വിട്ടിരിക്കുന്നത്. ഇനി എന്തായാലും അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് നേരിട്ട് എണ്ണ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ട്രംപിൻ്റെ AI കപ്പലിൽ എണ്ണ കൊണ്ടുപോകാം. എന്താ സ്ഥിതി?